ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ വെറും മൈദയും പത്രം വെച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കാണിച്ച പണി തുടങ്ങാൻ വേണ്ടി ആദ്യം തന്നെ മൈദ, പത്രം, പിന്നെ ഒരു ബക്കറ്റ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണത്. ഫസ്റ്റ് ലെയർ മൊത്തം വെള്ളം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തു. പെട്ടെന്ന് ഊരിയെടുക്കാൻ സുഖമായിരിക്കുമല്ലോ. അതിനുശേഷമുള്ള ലെയേഴ്സൊക്കെ മൈദ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. മൈദ പശയാക്കാൻ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇടം വലം നോക്കാതെ ഒട്ടിക്കലാണ്. ലെയേഴ്സ് എത്ര എണ്ണം വേണോ അത്ര ഒട്ടിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസർ നല്ല സ്ട്രോങ് ആയിട്ട് വരും. ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ എന്തൊരു രസം. പക്ഷെ അത്ര രസം ചെയ്യുമ്പോൾ കിട്ടൂല കേട്ടോ. ബട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണ്. 2-3 ദിവസം വെയിലത്ത് വാർപ്പിൻ്റെ മണ്ടേ കൊണ്ടുവയ്ക്കുക, നന്നായിട്ട് ഉണങ്ങട്ടേന്ന്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. നന്നായി ഡ്രൈ ആയതിനു ശേഷം പിന്നെ വേണ്ട പ്രധാന ആയുധമാണ് സ്റ്റെയിൻലെസ് സ്കെയിൽ. ഇതുപോലെ ഇളക്കി എടുക്കണം. എന്നാൽ പെട്ടെന്ന് വിട്ടുകിട്ടും. ദേ പോന്നു. വാട്ട് എ സാറ്റിസ്ഫൈങ് മൊമെന്റ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഗൈസ്, നിങ്ങൾ കാണുന്നില്ല കണ്ണൂരിൽ തിളക്കം. ഒറ്റയ്ക്ക് ഒട്ടിച്ച് തീരൂലെന്ന് കണ്ടപ്പോൾ വേഗം ഗോപുവിനെയും വിളിച്ചിരുത്തി. അവൾ പശതയ്ക്കും, ഞാൻ ഒട്ടിക്കും. അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് സ്മൈൽ ഒട്ടിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ സെയിം മെത്തേഡ് വെച്ച് കുറേ മുൻപ് ഞാൻ ചെയ്തൊരു ഓർഗനൈസറാണ് ഇത്. പെട്ടെന്നാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് തോന്നിയത്. അങ്ങനെ മറ്റാൾക്ക് കൂട്ടായിട്ട് നമ്മൾ ഈ ആളെയും മേക്ക് ഓവർ ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് ഗൈസ്? ക്യൂട്ടല്ലേ? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. കൂടെ ഒരു ലൈക്കും. സീ യു.